ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സംഭവബഹുലമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഒക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവസാനം ഒരു മണിക്കൂറിൽ സംഭവിച്ചത്. അതിനെപ്പറ്റി നമുക്ക് വിശദീകരിക്കാം. അപ്പം നമ്മളിന്ന് രാവിലെ മാർക്കറ്റ് നമ്മുടെ മിഡ് ക്യാപ്പ് ഓപ്പൺ ചെയ്തത് ഏകദേശം രണ്ടാമത്തെ ലെവലിൽ, രണ്ടാമത്തെ ആരോടെ ലെവലിലാണ് മാർക്കറ്റ് ഇന്ന് ഏകദേശം ഓപ്പൺ ചെയ്ത്. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് മേലോട്ട് പോയിട്ട് തിരിച്ച് ഇവിടെ വന്നൊന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുന്ന ഒരു പ്രതീതി നമ്മൾ പ്രതീക്ഷിച്ചു. മാർക്കറ്റ് ഇവിടെ തിരിച്ച് കയറുന്നു. കാരണം എല്ലാ സൈഡും നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു സി കോൾ എടുത്തു. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അത് എസ് എൽ അടിച്ചെങ്കിലും മാർക്കറ്റ് ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ച് കയറുന്ന ഒരു സെറ്റപ്പ് നമുക്കിവിടെ കാണാൻ പറ്റി. കാരണം ഇവിടെ നല്ലൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഈ ഒരു റിട്ടേൺ ക്യാൻഡിൽ ഇവിടുന്ന് വന്നു. നല്ലൊരു ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടിയപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സി ട്രേഡ് വീണ്ടും എടുത്തു. നമുക്കൊരു 20 പോയിൻറ്റ് നമുക്ക് ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ, ഇവിടുന്ന് ഇവിടം വരെ 20 പോയിൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതിന് ശേഷം അപ്പം ആദ്യത്തെ ഒരെണ്ണം എസ് എൽ അടിച്ചു, രണ്ടാമത്തെ ഒരെണ്ണം ടാർജറ്റ് അല്ല 20 പോയിൻറ്റ് നമ്മൾ അടിച്ചു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിൽ ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും നമ്മൾ ഈ ലെവലിലെത്തിയപ്പം നമ്മൾ വീണ്ടും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പല പ്രാവശ്യം ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്ന ഒരു സിനാരിയോ വന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പി കോൾ എടുത്തു. നമ്മൾ ഇവിടുന്ന് താഴോട്ട് ഏകദേശം ഒരു 10 പോയിൻറ്റ് നമുക്ക് ഏകദേശം കിട്ടി. പക്ഷേങ്കിൽ അത് നമ്മൾ കുറച്ച് പേരൊക്കെ ഹോൾഡ് ചെയ്തപ്പോൾ അത് എസ് എൽ അടിച്ചു. പിന്നെ കാരണം ഈ മാർക്കറ്റിൻ്റെ ലാസ്റ്റ് 1 hour മൂവിൽ നമ്മുടെ മിഡ് ക്യാപ്പും ചെറുതായിട്ട് പങ്കെടുത്തു, വലുതായിട്ട് പങ്കെടുത്തില്ലെങ്കിലും വളരെ ചെറുതായിട്ട് പങ്കെടുത്തു. അങ്ങനെ നമ്മുടെ എസ് എൽ അടിച്ച് 10 പോയിൻറ്റ് ബുക്ക് 7-10 പോയിൻ്റൊക്കെ ബുക്ക് ചെയ്ത് മാറിയവർക്ക് ഫൈൻ. അല്ലാത്തവർ അത് എസ് എൽ ചെറിയ എസ് എല്ലായിരുന്നു. നമ്മൾ 10 പോയിൻറ്റ് എസ് എൽ വെച്ചുള്ളൂ, 5-10 പോയിൻറ്റ് എസ് എൽ വെച്ചുള്ളൂ നമ്മൾ. അപ്പോൾ എസ് എൽ അടിച്ചു. അതിപ്പോൾ പാർട്ട് ഓഫ് ദ ഗെയിം, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഒരു 1 way റാലിയായിരുന്നു. കാരണം അത് നമുക്ക് നിഫ്റ്റിയിൽ എന്തോ ഒരു ഭയങ്കര ബൈ നടന്നു. ഇതായി നോക്കുക, ഇത്രയും നേരം കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം നിഫ്റ്റിയുടെ ചാർട്ടായത്, ഇത്രയും നേരം കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു ഹ്യൂജ് ബൈയിങ് വന്നു. ഇതെന്ത് സംഭവിച്ചെന്നുള്ളത് ഇനി അതിനെപ്പറ്റി അന്വേഷിക്കണം. അല്ലെങ്കിൽ വൈകുന്നേരത്തെ യൂട്യൂബുകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഒരു ഹ്യൂജ് ബൈ ആണ് വന്നത്. അവസാനത്തെ ഒരു മണിക്കൂർ ഭയങ്കര ബൈ എന്ന് വെച്ചാൽ ഭയങ്കര ബൈ ആയിരുന്നു. ഏകദേശം ഒറ്റ ക്യാൻഡിൽ തന്നെ 25,000 നിന്ന് 150 പോയിൻറ്റോളം ഒറ്റ 5 minute ക്യാൻഡിൽ തന്നെ 130 പോയിൻറ്റ് ഒറ്റ ക്യാൻഡിൽ. അടുത്ത ക്യാൻഡിലും ഏകദേശം ഒരു 60 പോയിൻറ്റ് 70 പോയിൻറ്റ് 80 പോയിൻറ്റോളം നമുക്ക് അടുത്ത ക്യാൻഡിലും കണ്ടു. അങ്ങനെ ഹ്യൂജ് ബൈ ആണ് നടന്നത് അവിടെ. അപ്പം എന്താ സംഭവിച്ചതെന്നുള്ളത് ഇനി മാർക്കറ്റിൽ അന്വേഷിച്ചെങ്കിലേ നമുക്കറിയത്തുള്ളൂ കറക്റ്റ് കാര്യം എന്താണെന്നുള്ളത്. അപ്പം ഈ ഒരു പാർട്ടിസിപ്പേഷനിൽ നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റി ചെറുതായിട്ട് പങ്കെടുത്തു. അതിൻ്റെ ഈ കാണുന്നതിൻ്റെ അലയൊലിയാണ് ഇവിടുന്ന് ഇങ്ങനെ കാണുന്നത്. അപ്പം അത് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയാണ് നമുക്ക് ചിന്തിക്കാൻ. അപ്പം നമ്മളുടെ ലെവലുകളൊക്കെ നോക്കി ട്രേഡ് ചെയ്യുന്നവർക്ക് ആരോ വളരെ ഉപകാരം ചെയ്തു. ആരോ നോക്കി ട്രേഡ് ചെയ്യുന്നു. കുറേ പേര് ആരോ മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് എനിവേ ഒരു നല്ല പ്രോഫിറ്റ് കിട്ടി കാണും. പക്ഷേ അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജികളല്ലേ. പക്ഷേങ്കിൽ ലൈവ് മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തിൽ പല കാര്യങ്ങളും പല ആസ്പെക്ട്സും വെച്ചായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ചും അതിൻ്റെ ആ സ്ട്രക്ചർ അനുസരിച്ച് മാത്രമേ നമുക്ക് അന്നേരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ഒരു കാര്യം മാത്രം ഫോളോ ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തു, ഇവിടുന്ന് എടുത്തു, അവിടെ താഴെ സ്റ്റോപ്പ് ലോസ് അടിക്കാത്തിടത്തോളം കാലം മാർക്കറ്റ് മേലോട്ട് പോകുന്നു. ആ ഒരു കൺസെപ്റ്റ് വെച്ച് എടുക്കുന്നു. അത് അത് വിട്ടുകളാണ്, അത് പോട്ടെ. അപ്പോൾ നാളെ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് രാത്രിയിലെ US മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയങ്ങളും പിന്നെ ഇന്നത്തെ നമ്മളുടെ കുറേ ഡേറ്റകൾ, ഇന്ത്യൻ്റെ കുറേ ഡേറ്റകൾ വരാനുണ്ട്. അത് മിക്സ്ഡ് ഡേറ്റയാണ്. ചിലത് പോസിറ്റീവ്, ചിലത് നെഗറ്റീവ്. അപ്പോൾ അതിനോട് മാർക്കറ്റിന് നാളെ എങ്ങനെ പ്രതികരിക്കും എന്നത് ആശ്രയിച്ചും ഇന്നത്തെ ബൈയുടെ എന്താണ് കാരണമെന്ന് അത് ആശ്രയിച്ചിരിക്കും. പിന്നെ ഇന്ന് രാത്രി US മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങളിനെ ആസ്പദമാക്കിയായിരിക്കും നാളെ മാർക്കറ്റ് സഞ്ചരിക്കുന്നത്. ഇനി എന്തായാലും നാളെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ലൈൻസ് ഇതെല്ലാം കളഞ്ഞേക്കാം. ഈ 2 ലൈൻ കിടന്നോട്ടെ, ബാക്കി ഇതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതൊന്നും ഇനിയും വാലിഡ് അല്ല. നമുക്കിനി പുതിയ ലൈനുകൾ വരയ്ക്കാം. അപ്പം മാർക്കറ്റ് ഫസ്റ്റ് ഇതാണ്. ഫസ്റ്റ് ടാർഗറ്റ് നമുക്കിത് ഈ 13,300 തന്നെ. 13,300 പറ്റത്തില്ല, 13,300 താഴെ. ഇപ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസ് കിട്ടി ഇവിടെ അല്ലേ, ഇത് വെട്ടിക്കളഞ്ഞാൽ റെസിസ്റ്റൻസ് കിട്ടി. അപ്പം മാർക്കറ്റ് പിന്നെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് കറക്റ്റാണ്.
പിന്നെ നമുക്കൊരു സപ്പോർട്ടെന്ന് പറയാനുള്ളത് ഏകദേശം ഈ റേഞ്ചാണ് അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. നോക്കിക്കഴിഞ്ഞാലോ ഇത് 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 ഓക്കെ, ഇത് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് പരിഗണിക്കാം, കുഴപ്പമില്ല. ഇതിനെ നമുക്ക് സപ്പോർട്ടായിട്ട് പരിഗണിക്കാം. ഓക്കെ, അതിനുശേഷം ഇതും എല്ലാം, കാരണം ഒത്തിരി സപ്പോർട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കൺസിഡർ ചെയ്തേ ഒക്കത്തുള്ളൂ. അടുത്ത സപ്പോർട്ട് ഇത്. ഓക്കെ, അടുത്തൊരു മെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതൊരു നല്ലൊരു സപ്പോർട്ടാണ്. 13,181. ഇതൊരു നല്ല സപ്പോർട്ടാണ്. ഒരു ചുരുക്കാനം കൊടുത്തേക്ക്. ഇതൊരു നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. പിന്നെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതേ സപ്പോർട്ട് തന്നെ ഇതായിരിക്കും മേജർ സപ്പോർട്ട്. പിന്നെ അടുത്തത് വേണം നമുക്ക് ഇവിടെ കൂടെ ഒരെണ്ണം വരയ്ക്കാം, കാരണം ഇത് ഒരു മേജർ സപ്പോർട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിൽക്കുന്നു. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് വരച്ചൊരു ബേസ് ലൈനിൻ്റെ മുകളിൽ കിടപ്പുണ്ട്. അപ്പോൾ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടം വരെയാണ് അടുത്ത ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഈ ടാർഗറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബേസ് ലൈൻ നമുക്ക് വരയ്ക്കാനുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഓക്കെ, ഇതായിരിക്കും അടുത്ത നമ്മുടെ ടാർഗറ്റ്. ഈ 2 ടാർഗറ്റാണ് നമുക്ക് മുകളിലോട്ട് പറയാനുള്ളത്. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുമ്പോൾ 16,275 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ച് താഴോട്ട് കൂടെ വരയ്ക്കാൻ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴോട്ട് വരണം, ഇങ്ങോട്ട് താഴോട്ട് വരണം. ഓക്കെ, അപ്പം അത് റെഡാക്കാം. അടുത്തതിന് ശേഷം വരുവാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഇത്. ഇവിടെ നിന്നൊക്കെ സപ്പോർട്ട് എടുത്ത്, അഥവാ പൊട്ടി വീഴുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ സപ്പോർട്ട് എടുത്ത് കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇവിടെ എല്ലാം സപ്പോർട്ടുകളുണ്ട്. അപ്പം അങ്ങോട്ട് താഴോട്ടുള്ള യാത്ര അത്ര സുഗമമായിരിക്കത്തില്ല. കാരണം എല്ലാ സപ്പോർട്ടുകളും ഭേദിച്ച് വേണം മാർക്കറ്റ് താഴോട്ട് വീഴാൻ. അപ്പം അത് നമ്മൾ നോക്കി കാണണം. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇത്രയും മതി. ഓക്കെ, ഇന്നലെ നമ്മൾ എല്ലാം മുകളിലോട്ട് വരച്ചു, ഇന്ന് നമ്മളെല്ലാം താഴോട്ട് വരയ്ക്കുന്നത്. ഈ മേലോട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 റേഞ്ച് ആയിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്ക് അടുത്ത ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ. ഓക്കെ, ഇത് 13. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ കാര്യത്തിൽ നാളത്തെ മാർക്കറ്റിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്. എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നോക്കി കണ്ടിട്ട് മാത്രമേ നമുക്ക് മാർക്കറ്റ് നാളെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. മുൻകൂട്ടി ഒരു കാര്യം പറയാൻ പറ്റില്ല. ഇന്ന് കണ്ടില്ലേ ലാസ്റ്റ് 1 hourൽ എന്ത് സംഭവിച്ചു? കാരണം ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ എല്ലാം അടപ്പ് തെറിച്ച് കാണും. കാരണം അത്രയ്ക്ക് ഹ്യൂജ് ലോസ് ആയിരിക്കും ഓപ്ഷൻ സെല്ലേഴ്സിനെല്ലാം വന്നത്. കാരണം ഇത്ര അകാരണമായി മാർക്കറ്റ് പോകുമ്പോൾ ഷോർട്ട് കവറിങ് അവിടെ സംഭവിക്കും. പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും. ഷോർട്ട് കവറിങ്ങിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റും ഷോർട്ട് കവറിങ്ങും ലോങ് അൺവൈൻഡിങ് ഒക്കെ എങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ ലാസ്റ്റിൽ പിൻ ചെയ്തേക്കാം. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ ഷോർട്ട് കവറിങ് ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം. അപ്പം ഇത്രയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ലോസിലാണ് ഇറങ്ങിയത്. പക്ഷേ എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. അപ്പം ലോസ് അക്സെപ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ കാര്യങ്ങൾ കൂടുതൽ പറയാനില്ല. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.